സുഹൃത്തുക്കളെ, സുപ്രഭാതം. മനുഷ്യജീവിതത്തിൽ ഞാൻ ഇന്ന് പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എവിടെയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയെന്ന് വെച്ചു. വാഹനം ഓടിക്കുമ്പോഴോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ നമ്മളെപ്പോഴും പെട്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്, ചേടാ നാശം പെട്ടുപോയല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഇരുന്ന് എടുത്ത് മാറ്റടാ, പോകണമല്ലോ എന്ന് പറയും. പക്ഷെ ഫ്രണ്ടിൽ മുന്നോട്ട് ബ്ലോക്ക് കിടക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ അവിടെ പെട്ടുപോയെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളതിന് റിയാക്ട് ചെയ്യുക. ഈ വാക്ക് എപ്പോഴും ഓർത്ത് റിയാക്ട് ചെയ്യണം. ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ ആദ്യം അവിടെ ചെല്ലും, ബോഡി കാണും, കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എപ്പോഴാണ് കർമ്മം, അല്ലെങ്കിൽ എപ്പോഴാണ് അടക്കം, എപ്പോഴാണ് ശവദാഹം എന്നല്ലേ. കാരണം എന്താ, ഇത് തീർന്നിട്ട് വേണം പോകാൻ. ഭയങ്കര ധൃതിയാണ്. അതാണ് റിയാക്ഷൻ. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ, ഒരു പള്ളിയിലാണ് കല്യാണം നടക്കുന്നത്, അല്ലെ അമ്പലത്തിലാണ്, ഇതെപ്പോൾ തീരും, ഊണെപ്പോഴാണ്. കാരണം എന്താ, ധൃതിയാണ്. എനിക്ക് ഓർമ്മയുള്ള ഒരു സുഹൃത്തുണ്ട്, മരിച്ചുപോയി ഉദയം. അദ്ദേഹം ബസ്സിനകത്ത് കയറി ഇരിക്കില്ല, നിൽക്കത്തുള്ളൂ. നിന്നിട്ട് നടക്കുക, ഭയങ്കര വേഗത്തിൽ കിടക്കുക. കാരണം എന്താ, സമയമില്ല, നിൽക്കാൻ സമയമില്ല, എനിക്ക് പോകണം. ബസ്സിനകത്ത് കയറി ഇത്ര നടന്നാലും ആ ബസ്സിൻ്റെ വേഗത്തിലല്ല ഒക്കുള്ളൂ. റിയാക്ട് ചെയ്യണം, പോകണം. ചിലരുണ്ട് ഈ വണ്ടിക്കകത്തൊക്കെ കയറിയാൽ പിന്നെ അങ്ങ് തെറിവിളിയാണ്. മുമ്പ് നിൽക്കുന്നവൻ തെറിവിളിക്കും, സൈഡ് നിൽക്കുന്ന തെറിവിളിക്കും. ഇവനല്ല ഇങ്ങനെ മോൻ മാറ്റാത്ത എന്തെടുക്കാത്ത ഈ ടെൻഷൻസൊക്കെ ഒന്ന് വിട്ടൂടെ. ജീവിതത്തിൽ ഭയങ്കര ടെൻഷൻ. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നേ, നമ്മളാ കുരുക്കിപ്പെട്ടു, അല്ല നമ്മൾ ഇങ്ങനൊരു വിഷയത്തിൽപ്പെട്ടു. ആ വിഷയത്തിൽപ്പെട്ട് നീന്തി തല ഇട്ട് അടിച്ചാലും ഒരു രക്ഷയില്ല, പോകില്ല. അപ്പം നമുക്കേ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അതിനെ കണ്ടു കേട്ടു ഇനി ധൃതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നായ്ക്കോലം കെട്ടിയോ കുറയ്ക്കണം, പെട്ടുപോയോ പെട്ടിടത്ത് സന്തോഷിക്കാൻ സാധിക്കുക. കാറിനകത്ത് നിങ്ങൾ പെട്ടുപോയി, ഒരു പാട്ടിട്ട് ആ പാട്ട് കേട്ടോടെ ഇരിക്കുക. ഒരു കല്യാണത്തിൽ പെട്ടുപോയി, അല്ല ഒരു കല്യാണം, ഇനി കഴിയാൻ എന്തായാലും ആരെ കഴിക്കാൻ ഒക്കില്ലല്ലോ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ കല്യാണത്തിന് പോയാൽ അച്ഛൻ പ്രാർത്ഥിക്കാതെ കഴിക്കാൻ ഒക്കില്ല. ചിലപ്പോൾ അത് പണ്ടാരെന്ന് പറയും, ഇപ്പോഴത്തെ കഴിക്കും, എന്നാലും ബുഫയുടെ കഴിക്കും. എന്നാലും നമ്മളൊരു സാഹചര്യത്തിൽ ചെന്ന് അകപ്പെട്ടാൽ അവിടെ കിടന്ന് മസിൽ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ. മരണ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ തിരുന്നുകൊണ്ട് കാര്യമില്ല. ഓരോ മരണത്തിൽ നിങ്ങൾ ചെല്ലുമ്പോഴും ആലോചിക്കണം, ഇതുപോലെ ഒരു ദിവസം കിടക്കണം. അവിടെ വെച്ച് ടെൻഷൻ പിടിച്ചിട്ട് ഒരേ കാര്യമില്ല. ഇന്നത്തേക്ക് നിർത്തുന്നു. കാരണം എന്താ, ഒരുപാട് ധൃതി പിടിച്ചിട്ട് ഒരുപാട് ദൂരം പോകണമെന്നൊന്നും ആഗ്രഹിക്കേണ്ട. പോകാനൊരു പരിമിതിയുണ്ട്, അവിടെ തീരും ജീവിതം. നന്മയുടെ നല്ല ദിവസം. ഒരു വാക്ക് ഓർമ്മിക്കാൻ പറയട്ടെ, വേഗത കൂട്ടിയിട്ടല്ല കാര്യം. ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പഠിക്കുക, അവിടെ ഇരുന്ന് ആസ്വദിക്കുക, അല്ലെങ്കിൽ സന്തോഷത്തോടായിരിക്കാൻ പരിശ്രമിക്കുക. ധൃതി കൂട്ടിയാൽ മുമ്പിൽ കിടക്കുന്ന വാഹനമൊന്നും ഒഴിഞ്ഞു തരത്തില്ല. നല്ല ദിവസം.